ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ സൂപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു വലിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റും ഇഞ്ചിയും കുരുമുളക് പൊടിയും ഉപ്പും ഇവ എല്ലാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ചിക്കന് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി ഇവ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് വലിയുള്ളിയും ക്യാപ്സിക്കും ക്യാരറ്റും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ലൈറ്റ് സോയാ സോസാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആയതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അതിലത്തെ ചിക്കൻ പീസ് മാറ്റിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.